നമുക്കെല്ലാം പ്രിയപ്പെട്ട കലാഭവൻ നവാസ് നമ്മളെ വിട്ട് പിരിഞ്ഞു. ഒരു അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു നവാസിൻ്റെത്. മിമിക്രി രംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച ഘട്ടത്തിലാണ് സാറിൻ്റെ സിനിമകളിലേക്ക് അദ്ദേഹം വരുന്നത്. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിന് ബ്രേക്കായത് ചലച്ചിത്ര ലോകത്ത്. എങ്ങനെയാണ് ഈ സമയത്ത് കലാഭവൻ നവാസ് എന്ന കലാകാരനെ ഓർക്കുന്നത്? നവാസ് എൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ അതിന് മുമ്പ് ഒന്നോ രണ്ടോ ചെറിയ സിനിമകളിൽ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നു. മിമിക്രി രംഗത്ത് നന്നായി വളർന്നു വരുന്ന സമയത്താണ് എൻ്റെ സിനിമയിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ സിനിമയിൽ അഭിനയിപ്പിച്ചത് എനിക്ക് നവാസിനോടുള്ള അത്യധികമായ സ്നേഹം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ നിർമ്മാതാക്കളുടെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. അന്ന് മുകേഷ് പലവട്ടം പറഞ്ഞു ജഗദീഷ് വേണം അതിൻ്റെ കൂടെ, എൻ്റെ കൂടെ കോമഡി തത്തുല്യമായിട്ട് നിൽക്കേണ്ടതാണ്, കൊണ്ടും കൊടുത്തും വേണം കോമഡി ചെയ്യാൻ, അതുകൊണ്ട് ജഗദീഷിനെ ഇടാമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുക്കാനുള്ള പ്രതിഫലമില്ലായിരുന്നുകൊണ്ടായിരിക്കണം നിർമ്മാതാക്കൾ അങ്ങനെ നവാസിലേക്ക് എത്തിയത്. പക്ഷേ നവാസിനെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നവാസിൻ്റെ അച്ഛൻ അബൂബക്കർ എന്ന് പറയുന്ന മഹാനായ നടൻ, അദ്ദേഹവുമായിട്ട് ഞാൻ സിബി മലയിലിൻ്റെ അസോസിയേറ്റ് ആയിരിക്കുന്ന കാലത്ത് വളയ എന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബൂബക്കറിൻ്റെ മകനാണെങ്കിൽ അദ്ദേഹം അഭിനയിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടുമാണ് ഞാൻ സമ്മതിച്ചത്. അദ്ദേഹം വന്നു, വളരെ അനായാസം. അതായത് ഈ കോമഡി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിൻ്റെ ടൈമിങ്, കൃത്യമായ ടൈമിങ് കാര്യങ്ങളുള്ള മുകേഷിനൊപ്പം തന്നെ എന്തിന് സലിംകുമാറോടക്കമുള്ള ആർട്ടിസ്റ്റുകൾക്കൊപ്പം തന്നെ അദ്ദേഹം നന്നായി അഭിനയിച്ചു. ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെയൊക്കെ നന്നായി അഭിനയിച്ചു. ആ സിനിമ സൂപ്പർ ഹിറ്റായി. അന്ന് ഞങ്ങളെല്ലാവരും, ആ സിനിമയിലെ പ്രവർത്തകരെല്ലാം വിചാരിച്ചു നവാസ് മലയാള സിനിമയിലൊരു റൗണ്ട് വരും, നായകനായി തിളങ്ങുന്നതൊക്കെ. പക്ഷേ അദ്ദേഹം അധികം സിനിമയിൽ നായകനായി വന്നില്ല. എൻ്റെ അടുത്ത സിനിമയിലും അടുത്ത 1-2 സിനിമകളിൽ ഞാൻ അഭിനയിപ്പിച്ചു. ഈ ഒരു 3 മാസം മുമ്പ് ഞാൻ നവാസിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നവാസ്, ദിലീപ് മലയാള സിനിമയിലേക്ക് ഉയർന്നു വന്നതുപോലെ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല, അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നവാസ് പറഞ്ഞു, സാറ് പറയും. ഞാൻ പറഞ്ഞു, ദിലീപ് എന്ന് പറയുന്ന ആൾ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ നായകനാവണമെന്നുള്ള അത്യധികമായ ആഗ്രഹത്തിൽ വരികയും അദ്ദേഹം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ആ തിരക്കഥാകൃത്തിനെ കൂടെ പിടിച്ചിരുത്തി അത് വളർത്തി വലുതാക്കി അതിനൊരു നിർമ്മാതാവിനെ കണ്ടെത്തി അങ്ങനെ സിനിമകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ അങ്ങനെ ആയിരുന്നു. നിങ്ങൾ ഒരു സിനിമ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും, നിങ്ങൾ സ്റ്റേജ് ഷോയായിട്ട് വിദേശത്തേക്ക് പോകും, പിന്നീട് അടുത്ത ആരെങ്കിലും വിളിച്ചാൽ വരും, അത്രേ ഉള്ളൂ. പിന്നെ നവാസിനെ പുറകോട്ട് വലിച്ച ഒരുപാട് സ്റ്റേജ് ഷോ വിദേശത്തൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഇതിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും വിളിച്ച സമയത്ത് കിട്ടാറില്ല, അങ്ങനെയും പലരും പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് നവാസ് പറഞ്ഞു, ഈ 3 മാസം മുമ്പ് പറഞ്ഞതാണ്, ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് ഒരാളോടൊരു ചാൻസ് ചോദിക്കാനോ എനിക്കൊരു സിനിമ തരണമെന്ന് പറയാനോ അറിയില്ല, എൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ എന്നോട് പടം സംവിധാനം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആശംസകൾ അറിയിച്ച് വിട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും കുറച്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ള ചാൻസുകൾ വന്നു. ഒന്ന് സജീവമായി വരുന്ന സമയത്താണ് ഈ വേർപിരിയൽ. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്, പ്രത്യേകിച്ചും സിനിമാ പ്രവർത്തകരെ. നമ്മൾ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിനിമാ പ്രവർത്തകർ അസുഖം പുറത്തു പറയില്ല. പുറത്തു പറഞ്ഞാൽ അത് നാണക്കേടാണ്. അല്ലെങ്കിൽ അവനൊരു രോഗിയാണ് എന്ന് ചലച്ചിത്ര രംഗം അല്ലെങ്കിൽ ചലച്ചിത്ര സമൂഹം ഒന്നടങ്കം പറയും. അതോടെ ചാൻസുകൾ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ എന്താണോ പല രോഗങ്ങളും മിണ്ടില്ല. നവാസിന് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഞാൻ ആ അടക്കിന് ആലുവയിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഡയബറ്റിക് ആയിരുന്നു, കടുത്ത ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ ലൊക്കേഷൻ പല ദിവസങ്ങളിലും പായസം ഉണ്ടാകാറുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ കൂടെ പായസം കൊടുക്കും. അതൊക്കെ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു 10 ദിവസം അടുപ്പിച്ച് പായസം കഴിച്ചുകൊണ്ട് മരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഈ രോഗം, ഈ ഡയബറ്റിക് ഉണ്ടായിരിക്കെ ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്ന നേരത്തെയും ഹാർട്ട് അറ്റാക്കിൻ്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ രാവിലെ മുതൽ അദ്ദേഹത്തിന് നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആരോടും മിണ്ടിയില്ല. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിലായിരുന്ന ശശി പൊതുവാൾ ഞാൻ ഇന്നലെ ഒരുപാട് സമയം സംസാരിച്ചു. ശശി പറഞ്ഞു, ഒരു കൈവിരൽ മുറിഞ്ഞാൽ പോലും ആ സെറ്റിൽ ഏത് പ്രൊഡക്ഷൻ ബോയ് ആണെങ്കിൽ കൂടി ആശുപത്രിയിലേക്ക്, ഏത് സെറ്റിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഒരു സിനിമാ ലൊക്കേഷനിലെ രീതി. ഇദ്ദേഹം ഇത് പറഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. പറഞ്ഞില്ല. രാവിലെ മുതൽ ഇങ്ങനെ നെഞ്ചരിച്ചിലുണ്ടെന്ന് പുള്ളിയുടെ ഫാദർ ലോയെ വിളിച്ച് പറഞ്ഞു. ഫാദർ ലോ പറഞ്ഞു, അവരുടെ ഫാമിലി ഡോക്ടറുണ്ട്, ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പോയി ECG എടുക്കൂ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് അയച്ചത്. എന്നാൽ ആരും അറിയണ്ടെന്ന് കരുതി ഇദ്ദേഹം അത് പറഞ്ഞില്ല. അപ്പോൾ ഈവനിങ് വരെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എന്ന് കരുതി വരുമ്പോൾ കുളിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് താഴെ വീണ് പോയത്. അതാരും പറഞ്ഞില്ല. ഏകദേശം 2 മണിക്കൂറുള്ള ആ റൂമിൽ കിടന്നു. ഇതാരുടെയും കുറ്റമല്ല. എന്നാൽ ആ
അവിടെ റൂം ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു കീ താഴെ കൊടുത്തിട്ട് പോയിക്കോളൂ. പിന്നീട് 7:30 മണിക്കോ മറ്റാണെന്ന് തോന്നുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, നവാസ് പോയോ? നവാസിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോയിട്ടില്ല, ഇതേവരെ കീ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് നീ പോയി റൂമിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു എനിക്ക് ഭയമാണ് അങ്ങനെ ആ റൂമിലേക്ക് പോകാൻ. പെട്ടെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ തിരിച്ചെത്തി. അപ്പോഴേക്കും 2-2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കും. അദ്ദേഹം ഓടിയെത്തി റൂം ലോക്ക് ചെയ്തിട്ടില്ല. തള്ളി തുറന്ന് ചെല്ലുമ്പോൾ താഴെ വീണ് കിടക്കുന്നു, കൈവിരലുകളൊക്കെ മരവിച്ചു തുടങ്ങിയിരിക്കും. അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് മനസ്സിലായി, ശശി പൊതുവാളിന് മനസ്സിലായി ആൾ പോയിരിക്കുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞു ഏകദേശം മരണം നടന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇതൊക്കെ ആ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ തിരിച്ചു പിടിക്കാമായിരുന്നു. ഇത് പറയുന്നത് മരിച്ചതിന് ശേഷം പറയുകയല്ല. മരണം പല ആത്മീയ ഗുരുക്കളും പറയും മരണസമയമാകുമ്പോൾ അതങ്ങ് സംഭവിക്കുവാൻ. പക്ഷേ ശാസ്ത്രം പറയുന്നു അങ്ങനെയല്ല. നമ്മൾ കൃത്യമായി മെഡിസിൻ എടുക്കുകയും ട്രീറ്റ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്താൽ മരണത്തെയും പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ആധുനിക മെഡിക്കൽ സമൂഹം പറയും. എന്തായാലും ഇത് പലർക്കും ഒരു പാഠമാണ്. ഇപ്പം ലോഹിദാസ് മരിച്ചപ്പോൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് നടത്താത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പെട്ടെന്ന് യാത്രയായത്. അദ്ദേഹം ചില ആയുർവേദ മരുന്നുകളൊക്കെ ആരോടും പറയാതെ രഹസ്യമായി ചികിത്സ നടത്തിയിരുന്നു. എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത് ഒരു ആർട്ടിസ്റ്റിന് അസുഖമാണെന്ന് പറഞ്ഞാൽ? അവിടെയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് അസുഖമാണ്, അദ്ദേഹം അത് പുറത്ത് പറയുന്നു, അത് ക്യാൻസറാണ്. അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമകൾ ഓടാതിരിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചലച്ചിത്ര പ്രവർത്തകരാണ് പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കുന്നത്. നവാസിൻ്റെ മരണം ഇന്നലെ അറിയുമ്പോൾ എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹവുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നിയാസ് ബക്കർ നല്ല ആർട്ടിസ്റ്റാണ്. ഈ മറിമായം പോലുള്ള ചേട്ടനാണ്. പലരും അനിയൻ എന്നാണ് എഴുതി കണ്ടിരിക്കുന്നത്, അല്ല ജ്യേഷ്ഠനാണ്. അദ്ദേഹം നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നവാസിൻ്റെ വേർപാട് എനിക്കൊരു എന്താണ് പറയുക, ഏറ്റവും അടുത്ത ഒരാൾ പോകുന്നത് പോലുള്ള ഒരു വിഷമമാണ് ഉണ്ടാക്കിയത്. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. അവരുടെ കുടുംബങ്ങളുടെ സങ്കടം. രഹന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ആർട്ടിസ്റ്റായിരുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി ഈ അടുത്ത കാലത്ത് അവർ തമ്മിൽ ഒരു സിനിമ ചെയ്തിരുന്നു, ഈഴ. അവർ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു അഭിനയിച്ചത്. അപ്പോൾ അതിനുശേഷം മകൾ അഭിനയിച്ചു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനയ കുടുംബമാണല്ലോ. രഹനയുടെ അച്ഛൻ നടനായിരുന്നു, രഹന നടിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം അഭിനയത്തിലുണ്ട്. അപ്പോൾ രഹനയും വീണ്ടും അഭിനയിക്കാൻ വരികയാണ്. പക്ഷേ ആ കുട്ടിയുടെയൊക്കെ ഒരു സങ്കടം എങ്ങനെയാണ് ഇനി അവർ അത് സഹിക്കുക? ഫിനാൻഷ്യലി സ്റ്റേബിളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് ഫിനാൻസ് മാത്രമല്ല, ഒരാളുടെ വേർപാട് ആ കുടുംബത്തിനുണ്ടാക്കുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ, ആ ശൂന്യതയാണ് നികത്താൻ പാടുപെടുക. ആ കുഞ്ഞുങ്ങളും ആ അമ്മയും, അതായത് രഹനയും മക്കളും, അവർ ഇതൊക്കെ മറന്നുകൊണ്ട് നവാസിൻ്റെ സ്നേഹ ഓർമ്മയിൽ ഊഷ്മളമായൊരു ജീവിതത്തിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്കിപ്പോൾ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.